നമസ്കാരം. ഇന്ന് 13 ആഗസ്റ്റ് 2025. ഇന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. ഇതിപ്പോൾ വൈകുന്നേരത്ത് 5 മണി കഴിഞ്ഞില്ലേ, 5:25. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏത് പെട്രോളിൻ്റെ ഏത് വണ്ടിയാണെങ്കിലും അത് 100 കൊല്ലം വരെ ഉപയോഗിക്കാൻ പറ്റണം. റിപ്പയറൊക്കെ വരാം. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് ഉപയോഗിച്ച ആളുകൾക്കും ഉപയോഗിക്കുന്ന ആളുകൾക്കും അതിലെ പണിക്കാർക്കും ഒരുപാട് കാലം അത് ജീവിക്കാൻ പറ്റും. അപ്പോൾ മാത്രമല്ല, മുൻകാലത്തെ സാമഗ്രികളൊക്കെ ഇപ്പോൾ 400 കൊല്ലം മുമ്പ് പഴക്കമുള്ള പല വാഹനമുണ്ട്. അതിന് വളരെ ചെറിയ പൈസക്ക് അത് പുതുക്കി കൊടുക്കണം. അതിൻ്റെ ലൈസൻസും ഇൻഷുറും ടാക്സും. ലൈസൻസ്, ഇൻഷുർ, ടാക്സ് അത് ചെറിയ പൈസക്ക് പുതുക്കി കൊടുക്കണം. നിങ്ങളുടെ തോന്നിയാസൊന്നും ചെയ്യാൻ പാടില്ല, നാട്ടുകാരോടൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ ഒരു കാര്യം ഇനി ജനങ്ങളോട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ അതിലൊരു കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, എന്നെ നിങ്ങൾ കൈ പൊന്തിച്ച് തിരഞ്ഞെടുത്ത് മുഖ്യമന്ത്രിയാക്കി വിട്ടാൽ എനിക്ക് ഒരുപാട് കാലത്തെ സർവീസ് പരിചയമുണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന പിണറായി വിജയൻ്റെ പോലൊന്നുമല്ല. കെ കരുണാകരൻ മുതൽ തൊട്ട് അച്യുതമേനോൻ്റെ കാലം മുതൽ തൊട്ട് ഇങ്ങോട്ട് കെ കരുണാകരൻ, അതുപോലെ ആന്തോണി അച്ചായൻ, ഇ കെ നായനാർ, വി എസ് അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, പിണറായി വിജയൻ, ഇത്രയേറെ സർവീസ് പരിചയമുണ്ട്. അത് മാത്രമല്ല, 10,000 കോടി ജനങ്ങൾ ഡെയിലി ഒരു ദിവസം 10 നേരവും ഡെയിലി ഉപയോഗിക്കേണ്ട നിരവധി സാധനങ്ങൾ ഞാൻ എൻ്റെ സ്വന്തമായിട്ടുണ്ടാക്കിയാണ്. അത് പല സാധനങ്ങളും ഒരു മനുഷ്യൻ, ഒരു കൃഷിക്കാരൻ്റെ സമീപനം നിങ്ങൾക്ക് നോക്കിയാൽ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുഖ്യമന്ത്രിയായി വന്നാൽ തന്തമാർക്ക് 25,000 രൂപ പെൻഷൻ, അതായത് 3ാമത്തെ കൊല്ലത്തിൽ 25,000 രൂപ 30-ാം തീയതി കൊടുക്കണമെന്നാണ് ആഗ്രഹം. അത് പിന്നെ സാഹചര്യം അനുസരിച്ചിട്ട് ഒരു 5-ാം തീയതി 6-ാം തീയതി ആകുമ്പോഴത്തേനും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് കയറിയ ഉടനെ 10,000 രൂപ കിട്ടും. 200 രൂപയുടെ രോഗം മാറുന്ന മരുന്ന്. ഇപ്പോൾ തന്തമാർക്ക് ഇങ്ങനത്തെ ഒരു സംവിധാനം ലോകത്ത് എവിടെയില്ല, ലോക ചരിത്രത്തിലില്ല. അതുപോലെ ഓട്ടിസം ബാധിച്ച ഓർമ്മയില്ലാത്ത കുട്ടികൾ, വലിയവർ ഒക്കെ ഞാനൊരു കൺട്രോളിൽ കൊണ്ടുവരും. കൺട്രോൾ എന്ന് പറഞ്ഞാൽ അവരെ എണിച്ച് നിന്ന് എന്നോട് വിരൽ ചൂണ്ടി ചില കാര്യങ്ങൾ കൊണ്ടുവരും. വിരൽ ചൂണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊണ്ടുവരും. വെറുതെ അല്ല, അത് ആരോഗ്യമുള്ളവർക്കേ കഴിയും, സംസാരിക്കാൻ കഴിയുന്നവർക്കേ പറ്റും. അതായത് നോളജിക്കൽ എഡ്യൂക്കേഷൻ ഉള്ളവർക്കേ അത് പറ്റും. നോളജിക്കൽ എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഉണ്ടാവില്ല. അത് അപൂർവം ഉണ്ടാകുന്നൊരു സാധനമാണ്. അതാണ് ടെക്നോളജി. അത് നിങ്ങൾ കോളേജിൽ നിന്നൊന്നും പഠിപ്പിച്ചിട്ട് ടെക്നോളജി വരില്ല. ടെക്നോളജി ദൈവം തമ്മിലാണ് നേരിട്ട് കൊടുക്കുന്നതാണ്. കാരണം കരിമ്പിൻ്റെ മുകളിൽ മധുരം കൊടുത്തു, വേപ്പിൻ്റെ മുകളിൽ വാസന കൊടുത്തു, മനസ്സിലായില്ലേ? കരിക്കിൻ്റെ ഉള്ളിൽ മധുരം, ഷുഗറും മറ്റുള്ളതൊക്കെ മാറ്റി കൊടുത്തു. ചക്കയുടെ മുകളിൽ മധുരം കൊടുത്തു, തേനീച്ചക്കും അത് കൊടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ മധുര പലഹാരങ്ങൾ, പഴങ്ങൾ, അമൃത ശേഖരണങ്ങളാണ്. അമൃതം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ചിറ്റാമൃതം പകർച്ചയാദിയാർക്കുള്ള അമൃതം, മനസ്സിലായില്ലേ? ചിറ്റാമൃതം. ഇത് നിങ്ങൾ കേട്ടില്ലേ ഉള്ളൂ. ഞാനത് പല തരത്തിലും ഉപയോഗിക്കുന്നുണ്ട്, പല തരത്തിലും. അതായത് നിങ്ങൾ പല ആളുകൾ പുച്ഛിച്ചിട്ട് തന്നെ തള്ളുണ്ടെങ്കിലും 4800 തരം മരുന്ന് സ്വന്തമായി കണ്ടുപിടിച്ചു. 100%, 200%. അത് ഏറ്റവും കൂടുതൽ കരൾ, ആമാശയം, കിഡ്നി, വൃക്ക, ശ്വാസകോശം, മൂത്രസഞ്ചി, മനസ്സിലായില്ലേ? ഇതിൻ്റെ പേരിൽ ഇനി താഴോട്ട് പോകുമ്പോൾ ഓരോ തരം ഞരമ്പുകളെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ഞരമ്പാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. അതിനെ മരുന്നിൽ ഒരാളുടെ ഒരു രോഗത്തിനും മുറിച്ച് കളയണ്ട. എന്നാൽ ഇതൊക്കെ ശരിയായി, ഇതൊക്കെ ഞാൻ ക്ലിയർ ഉണ്ടാക്കാമെന്ന് വിചാരിക്കാം. മരണത്തിനെ കുറിച്ചിട്ട് എന്നോട് പറയരുത്. ഞാനോ മരുന്നിനോ രോഗത്തിനോ മരുന്ന് കാണുന്ന വൈദ്യൻ മരണത്തിനോ കീഴ്പ്പെട്ടേക്കാം എന്നാണ് ശാസ്ത്രം, മനസ്സിലായില്ലേ? അപ്പം ഞാനിത് നിങ്ങളൊരു കഥ പറയാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചതല്ല. പിന്നെ ഈ കയ്യും കൊണ്ട് ഈ ജീവിതം ഇതുവരെ എനിക്ക് തെറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഈ കയ്യുമ്മ ചോരക്കറയില്ല, ശാപക്കറയില്ല, മനസ്സിലായില്ലേ?
പിന്നെ പറ്റിക്കൽക്കാരൻ മാത്രമേ ഉള്ളൂ. അത് ഞാൻ പറ്റിച്ചതല്ല, എന്നെ പറ്റിച്ചതാണ്. ഞാൻ അങ്ങോട്ട് ആരും പറ്റിക്കാൻ പോകില്ല. കാരണം എനിക്ക് മൈസറയിലേക്ക് കഴിയുന്നതും നടന്നു പോകണമെന്ന് ആഗ്രഹമുണ്ട്. നടന്നിട്ട് പോകണം. നടന്നു നമ്മൾ കബറിലെത്തിച്ചേർന്നിടും. കണ്ടോ, നാളെ കൊഴിയും തോറും നമ്മുടെ ആയുസ്സെന്നും ചുരുങ്ങിടും. ഓരോരുത്തർ ഒരു ദിവസം കഴിയാൻ വേണ്ടിയിട്ട് സ്വന്തം മാതാവിനെയും പിതാവിനെയും നോക്കാണ്ട് ജന്മദിനം ആഘോഷിക്കുക. ഇവൻ എന്താ ആഘോഷിക്കണം ഇവനക്ക് അറിയണില്ല. അത് ചരമദിനം ആഘോഷിക്കണമെന്ന് അറിയണില്ല. ജന്മദിനമല്ല നിങ്ങൾ ആഘോഷിക്കുന്നത്. ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തുടങ്ങണില്ലേ, അത് ചരമദിന. കാരണം നിങ്ങൾ ഒരു വർഷം മരിച്ചു. നിങ്ങൾ ചിന്തിച്ച് നോക്കി, എത്ര ഒരു ചുറ്റുപാടുണ്ട്. കഴിഞ്ഞ കൊല്ലം ആയിരുന്നോ നിങ്ങൾ ഓരോ കൊല്ലം ബാക്കിലേക്ക് പോയിട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ തീട്ടവും മൂത്രവും നിങ്ങൾ തന്നെ വാരി കഴിച്ച സന്ദർഭം കഴിഞ്ഞു പോയിട്ടുണ്ട്. 4 കാലുമ എണിച്ച് നിൽക്കാൻ വേണ്ടി മാസങ്ങൾ ട്രെയിനിങ് നടന്നിട്ടുള്ള സമ്പ്രദായം കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ വിട്ടിട്ടാണ് നിങ്ങൾ എന്നെ കുറ്റവാളിയാക്കുന്നത്. നടക്കില്ല മോനെ, നടക്കില്ല. നടക്കുന്ന സാധനം ഇരിക്കില്ല, ഇരിക്കുന്ന സാധനം കടക്കില്ല, കടന്നാൽ അത് പൊങ്ങില്ല. ഇതൊക്കെ നമ്മുടെ ശ്ലോകങ്ങളാണ്. മനസ്സിലായില്ലേ? കൈക്കൂലി കൊണ്ടൊരു നാട്, കൈക്കിറിയ കൊണ്ടൊരു നാള്, കൈകൊണ്ട് ചേറ്റ തരത്തിൻ്റെ കൂട്. മനസ്സിലായില്ലേ? ഇതെന്താ പറയണമെന്ന് മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു വരി ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് പറയാൻ ഉദ്ദേശിക്കുന്നു. ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി സാറ്, അദ്ദേഹം ഏത് കക്കൂസില കണ്ടി വളഞ്ഞതാണോ തിരിഞ്ഞതാണോ? അത് ചില ആളുകൾ പറഞ്ഞത് തിരിഞ്ഞിട്ട് മേപ്പെട്ട് പോയിട്ടുണ്ട്. അല്ല, സുരേഷ് ഗോപിയെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളത്? അല്ല, ഞാൻ നിങ്ങളുടെ യോഗ്യത എനിക്ക് ചോദിക്കാനൊന്നും പാടില്ല, എൻ്റെ സീറ്റ് അതിന് പറ്റിയതല്ല. എന്നാലും ഞാനൊന്ന് വെറുതെ ചോദിക്കാം, എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? സുരേഷ് ഗോപിയുടെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിനെ കുറിച്ചിട്ട് കുറ്റം പറയാം, നരേന്ദ്രമോദിനെ കുറ്റം പറയാം, എന്ത് യോഗ്യതയാണ്? നിങ്ങളെ ക്വാളിഫിക്കേഷൻ ഒന്ന് പരിശോധിക്കുക. കാരണം നിങ്ങളെ ജനങ്ങൾ അവരുടെ വിവരമില്ലായ്മ, മാനസിക രോഗികൾ നിങ്ങളെ തിരഞ്ഞെടുത്തു. അത് നിങ്ങൾ അതുപോലെ കൊണ്ടുനടക്കല്ലേ ചെയ്യുന്നത്. മാനസിക രോഗം കൊണ്ടുനടക്കണം. നിങ്ങളതൊരു അലങ്കാരമാക്കി വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് അലങ്കാരമല്ല, അപകടമാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ജീവിച്ച ഓരോ കൊല്ലത്തിനും നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കേണ്ടി വരും. ഞാൻ നേരത്തെ ഏതാ ബർത്ത്ഡേ പറഞ്ഞു തരാം, ചരമദിനം. മനുഷ്യൻ്റെ നല്ല ബുദ്ധി മരിച്ചതിനുള്ളത്, നല്ല മനുഷ്യന്മാർ നിങ്ങളെ വിശ്വസിച്ചതിനുള്ളത് ചരമദിനം കൊണ്ടാടണം. കാരണം അത്രയും മോശമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ചിന്തിക്കണമെന്നല്ല. സുരേഷ് ഗോപിൻ്റെ കൂടിയ ഒരു 100 വോട്ട് അങ്ങനെ ഉണ്ടെന്ന് വെച്ചോളി. നിങ്ങൾ പറഞ്ഞ പോലെ കള്ളത്തിലുണ്ടെന്ന് വിചാരിച്ചോളി. അയാൾ ഇതുവരെ ജനത്തിനോട് ചെയ്തിട്ടുള്ള കാരുണ്യങ്ങളൊക്കെ ഒറ്റയടിക്കാണ്ട് താപ്പടിച്ച് തേക്കുക. അതാണോ നിങ്ങൾ പഠിച്ചത്? എന്ത് ന്യായം നിങ്ങളുടെ അടുത്തുള്ളത്? BJPക്ക് എതിരെ പറയാൻ നിങ്ങൾ ശക്തമായിട്ടുള്ള തെളിവ് കൊണ്ടുവരും. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. നിങ്ങൾ ആര് തോൽപ്പിച്ചാലും അയാൾ തോൽക്കില്ല. എന്താ കാരണം തരും? അതിനൊരു കാരണമുണ്ട്. ഇവിടുത്തെ നാട്ടിലെ നമ്മുടെ മൊത്തം കൃഷിക്കാർക്ക് മാസം 6000 രൂപ, ചില തന്തമാർക്ക് 15,000 രൂപ കൊടുക്കുന്നു. നമുക്കിതൊരു വലിയ കാഴ്ചപ്പാടാണ്. ഈ കൃഷിക്കാർക്ക് ഇവർക്കൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ഞാൻ എൻ്റെ വീടും 4 പുറമൊക്കെ നോക്കിയിട്ട് ഇവിടുത്തെ ഞാൻ ഈ കയ്യും കൊണ്ട് എൻ്റെ ഓർമ്മ വെച്ച 4 മുതൽ തൊട്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല. ഇതുമാതിരി രക്തക്കറില്ല, അതുമാതിരി ശാപക്കറില്ല, പിന്നെ മറ്റുള്ളവൻ്റെ ശപിച്ചിട്ടുള്ള കറില്ല, വേറെ ഒരുത്തൻ്റെ വേർപ്പ് പറ്റിയ കറില്ല. കാരണം ആർക്ക് പണിയെടുത്താലും എൻ്റെ വകയിട്ട് 50 ഉറുപ്പിക കൊടുക്കലാണ് ഞാൻ, എൻ്റെ വകയിട്ട്. അതെന്തിനാ ഏർച്ചൻ്റെ അടുത്തേക്ക് കറ പറ്റാതിരിക്കണം. എന്നിട്ട് ഞാൻ തിളങ്ങി ആടിക്കൊണ്ടിരിക്കുക ഇതൊക്കെ ചെയ്തിട്ട്. ആരെ എവിടെ ഞാൻ ഏത് വഴിയിൽ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഒരു കുട്ടികളെ കണ്ടാലോ ഒരു വൃദ്ധനെ കണ്ടാലോ ആ വണ്ടി ചവിട്ടും. എന്നിട്ട് നിങ്ങൾ എന്തിനാ പോകണം, ഇവിടെ എന്താ കൂടി നിൽക്കണമെന്ന് ചോദിക്കും. മനസ്സിലായില്ലേ? പോലീസിൻ്റെ ഭാഷയാണ് ആ സാധനം. പക്ഷേ ഇവിടുത്തെ പോലീസുകാരെ ചെയ്യാനില്ല. കാരണം എല്ലാവരും ഏമാമാരാക്കാൻ പാടില്ല. പോലീസിൻ്റെ ഒരു ചുമതല ഉണ്ട്, അവർക്ക് യൂണിഫോം കൊടുത്തിട്ടുണ്ട്. ആ യൂണിഫോം പോലീസുകാർക്ക് കളിക്കാനുള്ളതല്ല. അത് നിയമം നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വെറുതെ ഒരു കുശലം. അത് ചിലവർ നിങ്ങളെക്കുറിച്ച് അങ്ങോട്ട് വരുമ്പോൾ അവർക്ക് ചായ വാങ്ങി കൊടുക്കേണ്ടി വരും, സഹായം ചെയ്യേണ്ടി വരും. അതായി പെട്ടതാ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്നെ മുഖ്യമന്ത്രിയായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്താൽ വോട്ട് ലിസ്റ്റ് ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾക്ക് തിരുത്തു വരും. നിങ്ങളുടെ സ്കൂൾ കുട്ടികൾ, വൃദ്ധർ, പിന്നെ എല്ലാ വാർഡിലും ജോലി സ്ഥാപനങ്ങൾ, അതായത് അടുത്ത 5 കൊല്ലത്തിലേക്ക് ആക്കുമ്പോഴത്തിന് പിന്നെ
ഏതാണ്ട് 14 ജില്ലയിൽ മിക്ക സ്ഥലങ്ങളിലാവണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതേമാതിരി പിന്നെ അധ്യാപകരെന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ മാഷന്മാർ ഒറ്റക്കല്ല, മദ്രസ അധ്യാപകർ, മദ്രസ മാത്രമല്ല കേട്ടോ, ഞാനതിൻ്റെ ഒരു ഭാഷയിൽ ഉപയോഗിച്ചാണ്. അധ്യാപകർ അവിടെ ആ ഉള്ള വ്യക്തിയുടെ പേരേ അറിയും, ബാക്കിയുള്ളതില്ല. അതുപോലെ പട്ടികജാതി എന്നൊരു സാധനം ഇവിടെ ഇല്ല. ചെയർമാൻ എന്ന് ഒരാളെയും വിളിക്കാൻ പാടില്ല, അത് ചെയർമാൻ ഇല്ല. അതുകൊണ്ട് അവർക്കൊരു സ്പെഷ്യൽ പാക്കേജ് ഇല്ല. ഒരു ലൈനിൽ നിൽക്കുക, അതിൻ്റെ നിയമം അനുസരിക്കുക, അത് മറ്റവർക്ക് കിട്ടുന്ന അതേ ആനുകൂല്യം ഇവർക്കും കിട്ടുക. അതിൽ കൂടുതലൊന്നും കിട്ടില്ല. തൻ്റെ പോക്കറ്റിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സമ്പ്രദായം നിലവിൽ കൊണ്ടുവരും എല്ലായിടത്തും ജോലി. പക്ഷെ ഞാൻ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി സാഹിബിൻ്റെ കൂടെ തന്നെയാണ്. ഈ സുരേഷ് ഗോപിക്ക് ഞാനിങ്ങനെ സലോട്ട് ചെയ്യുക, കേന്ദ്രമന്ത്രി എന്നവർക്ക്. അത് അവർക്ക് മാത്രമല്ല കേട്ടോ, അതിൽപ്പെട്ടവർക്കൊക്കെ ഉണ്ടത്. പിന്നെ നിങ്ങളുടെ മാതിരി സ്റ്റേജിൽ പ്രസംഗിച്ചിട്ടൊന്നും എനിക്ക് പരിചയമില്ല. എനിക്ക് പരിചയമുള്ള യാഥാർത്ഥ്യം കൊണ്ടാണ്. അതായത് കുടുങ്ങിയവൻ്റെ വെട്ടുകൊണ്ട് മുറിയായിട്ട് കടക്കുന്ന ശരീരത്തുണ്ടുകളുടെ വേദന അറിയുന്ന ഒരാളാണ് ഞാൻ. വെട്ടുകൊണ്ടിട്ട് അടി കൊണ്ടിട്ട് പുളയം കൊള്ളുന്നവൻ്റെ വേദന അറിയുന്നവനാണ്. കുപ്പിച്ചില്ല് മേല് തറച്ചിട്ട് ബ്ലേഡിൻ്റെ കഷ്ണം മേല് തറച്ചിട്ട് വേദന കൊള്ളുന്നവൻ്റെ വേദന അറിയുന്നവനാണ്. പട്ടിണിക്കാരൻ്റെ, വേസികളുടെ, കുഷ്ഠരോഗികളുടെ. ഇന്നിപ്പോൾ അതിനൊക്കെ നമ്മളതിനൊക്കെ ഒരുവിധം മരുന്നുകളൊക്കെ കണ്ടുപിടിച്ച് അത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. റെഡിയാകുക എന്ന് പറഞ്ഞാൽ ആകെ നിങ്ങൾ 10 ദിവസം നോക്കും. ഈ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ കാര്യക്ഷമത ഉണ്ടാവും, ഇല്ലെങ്കിൽ ഉണ്ടാക്കും ഞാൻ. അതുപോലെ എൻ്റെ അടുത്ത് നിന്ന് പഠിച്ചിറങ്ങുന്ന ഡോക്ടർമാർക്ക് ഏകദേശം 40 തരം ഇലകളെക്കുറിച്ച് പരിപൂർണ പഠനം പഠിച്ചിട്ട് അവർക്ക് ഇവിടുന്ന് ഇറങ്ങുക. 40. അതിനുള്ള ചിലവൊക്കെ അവരിരുന്ന് വാങ്ങും. അവർ സമൂഹത്തിനും അതുപോലെ ചെയ്യണം. ഒരാൾക്കൊന്നുമല്ല, അവൻ്റെ മുന്നിൽ വരുന്നവനെ ചവിട്ടാനും തേക്കാനൊന്നും പറ്റില്ല. കക്കൂസ് ടാങ്കിൽ ഇരുന്നിട്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കും. കക്കൂസ് ടാങ്കിൽ മാലിന്യ കൂമ്പാരത്തിൽ ഇരുന്നിട്ട് കൊടുക്കും. അതൊക്കെ അനുസരിക്കേണ്ടി വരും. മാലിന്യം അതെന്താണെന്ന് വിചാരിച്ചാൽ അതിൻ്റെ കഥ നിങ്ങൾക്കറിയില്ല, എനിക്കതറിയും. അതുകൊണ്ട് ഞാൻ എൻ്റെ പാരമ്പര്യം വെച്ച് തന്നെ നോക്കും. അതിൻ്റെ അപ്പുറം ഇപ്പുറമൊന്നും ചെയ്യില്ല. അസ്സലാമു അലൈക്കും.